ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി നമ്മൾ പുതിയതായിട്ടൊരു സാധനം മേടിച്ചിട്ടുണ്ട്. അതെന്താന്ന് നോക്കാം. നമുക്ക് അതിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്താന്ന് നോക്കാം. പൊന്നു ബാ, നമുക്ക് പൊട്ടിച്ചാം. ഇതിന്റെ അകത്തുള്ളത് അപ്പൊ പൊട്ടിച്ചാം. നല്ലൊരു ബോക്സിലാണ് ഇത് വന്നേക്കുന്നത്. ആമസോണിലാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. നമുക്കിത് പൊട്ടിക്കാൻ പയ്യെ. ആദ്യമായിട്ട് കിട്ടുന്നത് നമ്മുടെ പേപ്പർ. ഈ ബോക്സിന്റെ ഉള്ളിൽ വരാൻ പോകുന്ന സാധനം എന്താണെന്ന് വെച്ചേ ഋതു, ഇതെന്താ പേരില് ഇതെന്താ പറഞ്ഞത്? ഇതെന്ത് സാധനം ഇവിടെ വെച്ച്? പുള്ളിക്കാരി ഭയങ്കര ബിസിയാണ്. നമ്മുടെ ഫോൺ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റാൻഡ് മേടിച്ചതാണ്. ഇത് ഫോണിന് മാത്രമല്ല, നമുക്ക് ഫ്യൂച്ചറിൽ വന്നിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ വളരെ സക്സസ് ആയി ഒരു ക്യാമറ ഒക്കെ മേടിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അതിനും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്റ്റാൻഡാണ് ഞാൻ മേടിച്ചത്. നമുക്ക് ഈ കവറും കൂടി അഴിച്ചു നോക്കാം. നമ്മളൊരു ക്യാമറ സ്റ്റാൻഡാണ് മേടിച്ചേക്കുന്നത്. കൊഡാക് ബ്രാൻഡിന്റെ 211 ട്രൈപോഡ് ആണ് മേടിച്ചേക്കുന്നത്. കൊച്ചിന്റെ പാട്ടായിരിക്കും നിങ്ങൾ കൂടുതൽ കേൾക്കുന്നത്. ഇതാണ്. അപ്പൊ നമുക്ക് ഇത് തുറന്നു നോക്കാം. ഇതിന് വന്നിട്ട് 1500 ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് കിട്ടിയേക്കുന്നത്. MRP വന്ന് 2500 ആണ്. അപ്പം 1000 rupees ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഉള്ളിൽ നോക്കുമ്പോൾ വേറെ ഒരു പാക്കിംഗ് കൂടിയുണ്ട്. അതും കൂടി തുറന്നു നോക്കാം. കണ്ടോ, ഇതിന്റെ കവർ. അപ്പം വേറെ നമുക്കൊരു ബാഗ് തന്നിട്ടുണ്ട്. നമുക്ക് ട്രാവലിലൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കൊഡാക്കിന്റെ ബ്രാൻഡിങ് ഇവിടെ തന്നിട്ടുണ്ട്. തുറന്നു നോക്കാം. അയ്യോ, അതിന്റെ അകത്ത് വേറൊരു കവറും കൂടി. അത് ആ കവറിൽ പോലും കൊഡാക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പം അത്യാവശ്യം കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ അറിയാം, നല്ല ക്വാളിറ്റി ഉണ്ട്. 1 kg 100 grams ആണ് ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. വെയിറ്റ് ഉണ്ട്, ആ പറഞ്ഞ വെയിറ്റ് തന്നെയുണ്ട്. നല്ല ഫിനിഷാണ് തന്നിരിക്കുന്നത്. കൊഡാക്കിന്റെ ബ്രാൻഡിങ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരി ഭയങ്കര ബിസിയാണ്. ഈ കവറിനകത്ത് വേറെ ഒരു മൊബൈൽ ഫോൾഡറും കൂടി നമ്മൾ കണ്ടായിരുന്നു ഓർഡർ ചെയ്തപ്പോൾ. അതെ, അതുകൊണ്ട് ചെറിയൊരു ഫോൾഡറാണ്. ഈ ഫോൾഡർ അത്രയൊരു ക്വാളിറ്റി ഇല്ല. ഞാൻ നോക്കുമ്പോൾ വന്നിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് പിടിക്കാൻ പറയാൻ നമുക്ക് അത്രയൊരു ക്വാളിറ്റി തോന്നുന്നില്ല. പക്ഷെ സ്റ്റാൻഡ് കിട്ടില്ല, അടിപൊളിയാണ്. ടോപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫോൾഡർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻ കേസ് വന്നിട്ട് ക്യാമറ സ്റ്റാൻഡിൽ വെക്കാതെ എടുത്തുകൊണ്ട് പോകണമെങ്കിലും ഈ സ്റ്റാൻഡിൽ പിടിച്ച് ഇങ്ങനെ വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് പറ്റും. ഓക്കെ, നല്ലൊരു ഫീച്ചറാണ്. ഒത്തിരി ഇവിടെ നമുക്ക് ഒരു ലോക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റാൻഡ് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും വേണ്ടിയിട്ട്. ഓപ്പൺ ചെയ്ത് വെച്ച് ഈ ലോക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇത് പൊന്തത്തില്ല. കാരണം നമുക്ക് ഇതിന്റെ ഹൈറ്റ് നോക്കാം, എത്ര ഹൈറ്റ് കിട്ടും നോക്കാം. അത്യാവശ്യം നല്ല ഉയരം പൊന്തി കിട്ടുന്നുണ്ട്. ഒരു നിന്നോടുള്ള ഷോട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് സുഖമായിട്ട് എടുക്കാം. സ്റ്റാൻഡ് വെച്ച് 2 സ്റ്റെപ്പായിട്ട് നമുക്കിത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇതും കൂടി, ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഇത് പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ വീണ്ടും പോകുന്നുണ്ട്. വളരെ അടിപൊളിയായിട്ടുണ്ട്. സന്തോഷമായി. കൊടുത്ത പൈസക്ക് മുതലായി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഇതിൽ. അതിൻ്റെ ലെഗിൻ്റെ അറ്റത്ത് വന്നിട്ട് റബ്ബർ ബുഷ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്ലിപ്പറി ആയ നമ്മൾ ടൈലിലൊക്കെ വെച്ചാൽ അത് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഗ്രിപ്സ് ആണെങ്കിലും വളരെ നല്ല ഗ്രിപ്സാണ് കൊടുത്തേക്കുന്നത്. ഹോൾഡർ പിടിക്കുന്ന സ്ഥലത്ത് നല്ല ഉയരം കിട്ടുന്നുണ്ട്. ഞാനൊരു 6 feet ഉണ്ട്. എൻ്റെ കണ്ണിൻ്റെ ലെവലിലാണ് ആ ക്യാമറ ഇരിക്കുന്നത്. നമ്മുടെ മൊബൈൽ ഹോൾഡർ ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ പൊന്തിച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫിറ്റായി. എളുപ്പമായിട്ട് 2 സെക്കൻഡ് മതി ഫിറ്റ് ചെയ്യാൻ. ഈ ഒരു നോബ് ശകലം ലൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ റൊട്ടേഷൻ ചെയ്യാൻ പറ്റും. ഈ നോബ് ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ റൊട്ടേഷൻ ആവത്തില്ല. മൊബൈൽ മൊത്തത്തിൽ പെട്ടെന്ന് നമുക്ക് ഊരി എടുത്തിട്ട് പോകണമെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഊരി എടുത്തിട്ട് പോവാം. ഈ രീതിയിൽ ഊരി എടുക്കാം. ഫിറ്റ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട്, ഇത് ലോക്കിംഗ് ആണ്. ഈ ലോക്ക് ഉണ്ടല്ലോ, ഈ ലോക്ക് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് എടുക്കാം. വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചാടി പോകത്തില്ല, ടൈറ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് താഴോട്ട് വരുമ്പം ഈ ഒരു
നോബ് ലൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ കയറ്റാനും ഇറക്കാനും പറ്റും. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. ഇവിടെ ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ നല്ല കൺവീനിയൻ്റ് ആയിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു പഴയ മൊബൈൽ നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഡിസ്പ്ലേ ഒക്കെ പൊട്ടിയിട്ടുണ്ട്. ഇതിലുള്ള ഒരു ഓപ്ഷനാണ് നമുക്കിങ്ങനെ തിരിക്കാൻ പറ്റുന്നുള്ള ഓപ്ഷൻ. നമുക്ക് ഇൻസ്റ്റാഗ്രാം ഷോർട്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് ഇങ്ങനെ ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സാധനം ലൂസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ റൊട്ടേഷൻ ഈസി ആയിട്ട് നടക്കും. ഇതൊരു അഫോർഡബിൾ പ്രൈസിലുള്ള ഒരു നല്ലൊരു സ്റ്റാൻഡാണ്. നമ്മൾ വില കൂടിയ മൊബൈലൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പം ഒരു കുറഞ്ഞ വിലേൻ്റെ ഇപ്പോൾ ഒരു 300-400 രൂപയ്ക്കൊക്കെ സ്റ്റാൻഡ് കിട്ടാനുണ്ട്. അതിൻ്റെയൊക്കെ ക്വാളിറ്റി ഇതിൻ്റെ ക്വാളിറ്റിയുടെ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ആ ഒരു 500 രൂപ 1000 രൂപ ലാഭിക്കാൻ പോയി ഇത് ഫോണൊന്നും തെറ്റ് വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മൊത്തം ഫോൺ മേടിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ സംഖ്യ കൊടുക്കേണ്ടി വരും. അപ്പോൾ മേടിക്കും വെച്ചിട്ട് നല്ല ക്വാളിറ്റിയുള്ള സ്റ്റാൻഡ് എല്ലാവരും മേടിക്കാൻ നോക്കണം. ഞാൻ ഈ സ്റ്റാൻഡ് റെക്കമെൻഡ് ചെയ്യുന്നത്. നമുക്ക് നല്ല വീഡിയോസ് ഇത് വെച്ച് എടുക്കാൻ പറ്റും.